പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡിഎസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 28 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിഎസ് കറണ്ട് അഫേഴ്സ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് വരാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ ഇന്റർവ്യൂസിലും ചോദിക്കാൻ സാധ്യതയുള്ള ഇൻഫർമേഷൻസ് ആണ് ജെഡിഎസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ജെഡിഎസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡിസംബർ 28 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് എക്സ് പ്രൈം മിനിസ്റ്റർ ഫ്യൂണറൽ ടു ബി ഹെൽഡ് അറ്റ് ഡൽഹി നിഗാം ബോധ് ഘട്ട്. ഡൽഹിയിലെ നിഗാം ബോധ് ഘട്ടിൽ മുൻ പ്രധാനമന്ത്രിയുടെ സംസ്കാരം നടക്കും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാരം നടക്കാൻ പോവുകയാണ്. ഇത് ഇന്ന് ശനിയാഴ്ച നടക്കുകയാണ്. ഡൽഹിയിലെ നിഗാം ബോധ് ഘാട്ടിൽ വെച്ചാണ് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാര ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഡിസംബർ 26 അദ്ദേഹം അന്തരിച്ചത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 28 മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാരം എവിടെ നടക്കും? നിഗാം ബോധ് ഘട്ട്. ഡിസംബർ 26 മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സെറമണിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഡൽഹിയിലെ നിഗാം ബോധ് ഘാട്ടിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പാകിസ്ഥാനിലെ ഏത് ഗ്രാമമാണ്? ഗാഹ് ഗ്രാമം. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിനടുത്തുള്ള ഒരു ഗ്രാമമാണ് ഗാഹ് ഗ്രാമം. ഇവിടെയാണ് മൻമോഹൻ സിംഗ് ജനിച്ചതും. ഏതാണ്ട് 4 വയസ്സ് വരെ അദ്ദേഹം അവിടെയായിരുന്നു വളർന്നതും. പിന്നീട് അവിടെ നിന്ന് ഇതിലേക്ക് എത്തിയതും. ഇപ്പൊ ഗാഹ് വില്ലേജ് ആണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ള പാകിസ്ഥാനിലെ ഗ്രാമം. ഏത് വർഷമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്? 2004 മുതൽ 2014 വരെ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 പ്രൈം മിനിസ്റ്റർ ആവുകയും അടുത്ത ഇലക്ഷനിൽ ജയിക്കുകയും വീണ്ടും ഒരു 5 വർഷം ഭരിക്കുകയും ചെയ്തിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹം. 4ാമത്തെ ലോങ്സ്റ്റ് സെർവിംഗ് ആയിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള 4ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനമന്ത്രിയായത് ഏത് വർഷമാണ്? 1991 മുതൽ 96. 5 വർഷം കാലമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് സേവനം നൽകിയിട്ടുള്ളത്. അതിനുശേഷം 2004 മുതൽ 2014 വരെ അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 2014 ഡോക്ടർ മൻമോഹൻ സിംഗിന് ജപ്പാനിൽ നിന്ന് ലഭിച്ച ബഹുമതി ഓർഡർ ഓഫ് ദി പൊലോണിയ ഫ്ലവേഴ്സ്. ജപ്പാനിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ആദരവാണ് ഓർഡർ ഓഫ് ദി പൊലോണിയ. ഇത് നൽകിയിട്ടുള്ളത് 2014 2010 സൗദി അറേബ്യ നൽകിയിട്ടുള്ള ഒരു ആദരവ്, അത് ഓർഡർ ഓഫ് കിങ് അബ്ദുൽ അസീസ്. ഇത് 2010. 2 രാജ്യങ്ങളാണ് അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് നൽകി. ഒന്ന് സൗദി അറേബ്യയും മറ്റൊന്ന് ജപ്പാൻ. കൂടാതെ നിരവധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്, ഹോണററി ഡിഗ്രീസ് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഡോക്ടർ ഓഫ് ലോ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട കാനഡയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഡോക്ടർ ഓഫ് സിവിൽ ലോ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡും യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജും. ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ആദരവ് ഡിഗ്രി നൽകിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, മദ്രാസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, സൗദി അറേബ്യയിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റി, റഷ്യയിലെ മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്നിവയെല്ലാമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 2ാമത്തെ സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെ. ഇന്നത്തെ മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ECI റിലീസസ് വേൾഡ് ലാർജസ്റ്റ് ഇലക്ട്രൽ ഡാറ്റ സെറ്റ് ഫോർ 2024 ഇലക്ഷൻ. 2024 തിരഞ്ഞെടുപ്പിനായി ECI ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രൽ ഡാറ്റ സെറ്റ് പുറത്തിറക്കി. ECI എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ പുറത്തിറക്കി. ഇത് 2024 ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റയാണ്. നമുക്കിതിന്റെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ ശതമാനം വിഹിതമുള്ള സംസ്ഥാനം പുതുശ്ശേരി, തൊട്ടുപിന്നിൽ കേരളം. പുതുശ്ശേരി 53.09%, കേരളം 51.56% ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ച സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്. മഹാരാഷ്ട്രയിൽ 111 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശ് ആണെങ്കിൽ 80, തമിഴ്നാട് 77. ഏറ്റവും ടോപ്പ് ലെവലിൽ
വനിതാ കണ്ടസ്റ്റന്റ്, വനിതാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അത് മഹാരാഷ്ട്രയിലായിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ട് രേഖപ്പെടുത്തിയ പാർലമെന്റ് മണ്ഡലം ഏതാണ്? ദുബ്രി, അസം. 92.17%. ഒരു ഇലക്ഷനിലെ 92.17% എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് തന്നെയാണ്. അതായത് ഏതാണ്ട് 100 തൊട്ടടുത്ത് എത്തിയിട്ടുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് ദുബ്രിയാണ്. ആസാമിലെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പാർലമെന്റ് മണ്ഡലമാണ് ദുബ്രി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ലഭിച്ച പാർലമെന്റ് മണ്ഡലം ഏതാണ്? തെലങ്കാനയിലുള്ള മൽക്കാജ്ഗിരിയാണ്. 114 നോമിനേഷൻസ് ആയിരുന്നു ആ ഒരു മണ്ഡലത്തിലേക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് 114 പേര് മത്സരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു തെലങ്കാനയിലെ മൽക്കാജ്ഗിരി. അതായത് ഒരു മണ്ഡലത്തിൽ തന്നെ 114 പേര് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നോമിനേഷൻ നൽകിയിട്ടുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് തെലങ്കാനയിലെ മൽക്കാജ്ഗിരിയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 9% ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് അറൌണ്ട് 8% ഇൻ അർബൻ ഏരിയാസ് ഇൻ 2023-24. ഒരു മാസത്തെ പ്രതിശീർഷ ചെലവ് ഗ്രാമങ്ങളിൽ ആണെങ്കിൽ 9% വർധനവും, അതുപോലെ തന്നെ അർബൻ ഏരിയ നഗരങ്ങളിൽ ആണെങ്കിൽ 8% വർധനമാണ് വന്നിട്ടുള്ളത്. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇത്തരത്തിലുള്ള ഒരു ചെലവ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗാർഹിക ഉപഭോക്തൃ ചെലവ് സർവേ 2023-24 അനുസരിച്ച് ഗ്രാമീണ ഇന്ത്യയുടെ ശരാശരി പ്രതിശീർഷ ഉപഭോഗ ചെലവ് എത്രയാണ്? 4122. ഗ്രാമങ്ങളിലെ ഒരു വ്യക്തിയുടെ ഒരു ചെലവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് 4122 ആണ്. ഇത് ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ 2023-2024 എന്ന ആ ഒരു സർവേ പ്രകാരമാണ് 4122 എന്ന മന്ത്ലി പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഉള്ളത്. ഇത് ഗ്രാമങ്ങളിലാണ്. ഗാർഹിക ഉപഭോക്തൃ ചെലവ് സർവേ 2023-24 അനുസരിച്ച് നഗര ഇന്ത്യയുടെ ശരാശരി പ്രതിശീർഷ ഉപഭോഗ ചെലവ് എത്രയാണ്? 6996 രൂപ. നഗരങ്ങളിൽ ആണെങ്കിൽ 6996 ആണെങ്കിൽ ഗ്രാമങ്ങളിൽ ആണെങ്കിൽ 4122 ആണ് പ്രതിശീർഷ ഉപഭോഗ ചെലവ്. അതായത് മന്ത്ലി പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഒരു വ്യക്തിയുടെ. ഇന്ന് ഗ്രാമങ്ങളിൽ ആണെങ്കിൽ ശരാശരി ഒരു മാസം വേണ്ട ചെലവ് 4122 ആണെങ്കിൽ നഗരങ്ങളിൽ ആണെങ്കിൽ ഇത് 6996 ആണ്. ഗാർഹിക ഉപഭോക്തൃ ചെലവ് സർവേ 2023-24 പ്രകാരം 2022-23 മുതൽ 2023-24 വരെ വളർച്ചാ ശതമാനം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇന്ത്യയിൽ എത്രയാണ്? ഗ്രാമങ്ങളിൽ 9%, നഗരങ്ങളിൽ 8%. അതായത് 2022-23 കണക്കനുസരിച്ച് അന്ന് ഗ്രാമങ്ങളിൽ 3773 രൂപയാണ് വേണ്ടത് ഒരു മാസത്തെ ചെലവിന്. എന്നാൽ അതിപ്പോൾ വർദ്ധിച്ചുകൊണ്ട് 4122 രൂപയിലേക്ക് എത്തി. അതായത് 9% വർധനമാണ് വന്നിട്ടുള്ളത്. 2022-23 കണക്കനുസരിച്ച് നഗരങ്ങളിൽ ആണെങ്കിൽ 6459 രൂപയായിരുന്നു ചെലവ്. എന്നാൽ അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണക്കനുസരിച്ച് 6996 എത്തി. അതായത് 8% വളർച്ചയാണ് വന്നിട്ടുള്ളത്. ഗാർഹിക ഉപഭോക്തൃ ചെലവ് സർവേ 2023-24 ഏത് ഏജൻസിയാണ് തയ്യാറാക്കിയത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയമാണ്. അതായത് MOSPI ആണ് ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ 2023-24 തയ്യാറാക്കിയിട്ടുള്ളത്. ഇതനുസരിച്ച് ഗ്രാമങ്ങളിൽ ആണെങ്കിൽ 4122 രൂപയാണ് ഒരു മാസത്തെ ചെലവ്. നഗരങ്ങളിൽ ആണെങ്കിൽ 6996 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഹെഡിംഗ് ആണ്: പഞ്ചാബ് ബിക്കംസ് 5th സ്റ്റേറ്റ് ഇൻ കൺട്രീസ് ടു പ്രൊവൈഡ് പൈപ്പ് വാട്ടർ സപ്ലൈ. പൈപ്പ് വഴി ജലവിതരണം നടത്തുന്ന രാജ്യത്തെ 5ാമത്തെ സംസ്ഥാനമായി പഞ്ചാബ്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രൊജക്ട് ആണ്. ഈ പ്രൊജക്ട് അനുസരിച്ച് ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ നൽകിയിട്ടുള്ള 5ാമത്തെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീട്ടിലും പൈപ്പ് വെള്ളം നൽകുന്ന 5ാമത്തെ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ദ 5th സ്റ്റേറ്റ് ടു പ്രൊവൈഡ് പൈപ്പ് വാട്ടർ ടു എവറി ഹൗസ് ഹോൾഡ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമങ്ങളിൽ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ നൽകിയിട്ടുള്ള 5ാമത്തെ സംസ്ഥാനമായിട്ട് മാറി പഞ്ചാബ്.
ഗ്രാമീണ മേഖലയിലെ എല്ലാ വീട്ടിലും പൈപ്പ് വെള്ളം വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനം ഏത്? ഗോവ. 2020 2020 ഒക്ടോബറിലാണ് ഗോവ എല്ലാ വീട്ടിലും പൈപ്പ് വെള്ളം വിതരണം ചെയ്തിട്ടുള്ള സംസ്ഥാനം. 2ാം സ്ഥാനത്ത് തെലങ്കാന, 3ാം സ്ഥാനത്ത് ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ് എന്നിങ്ങനെ വരുന്നു. യൂണിയൻ ടെറിട്ടറീസിലാണെങ്കിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ പുതുശ്ശേരിയാണ് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഡാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി, 3ാം സ്ഥാനത്ത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഏത് ദൗത്യത്തിന് കീഴിലാണ് 2024 എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും പൈപ്പ് വെള്ളം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്? ജൽ ജീവൻ മിഷൻ. കേന്ദ്രത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ അത് ജൽ ജീവൻ മിഷൻ ആണ്. ഓരോ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം കൊടുക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ജൽ ജീവൻ മിഷൻ. ഇതനുസരിച്ചാണ് ഗോവ 2020 ഒക്ടോബറിൽ പൂർണ്ണമായിട്ടും പൈപ്പ് വെള്ളം നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനം. ഇപ്പോൾ 5ാമത്തെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബാണ്. 6 ഒക്ടോബർ 2024 വരെ രാജ്യത്ത് എത്ര ഗ്രാമീണ കുടുംബങ്ങൾക്ക് ടാപ്പ് വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ട്? 15.19 കോടി. 15.19 കോടി കണക്ഷൻസ് ആണ് 2024 ഒക്ടോബർ 6 വരെയുള്ള കണക്കനുസരിച്ച് നൽകിയിട്ടുള്ള വാട്ടർ കണക്ഷൻസ്. ഏത് തീയതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽ ജീവൻ മിഷൻ ആരംഭിച്ചത്? 15 ഓഗസ്റ്റ് 2019. 2019 ആരംഭിച്ചിട്ടുള്ള ഒരു മിഷൻ ആണ് ജൽ ജീവൻ മിഷൻ. ഇതനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്കനുസരിച്ച് 15.19 കോടി വാട്ടർ കണക്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. അതായത് ഏതാണ്ട് 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഒന്നാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2024 എല്ലാ വീടുകളിലും വാട്ടർ കണക്ഷൻ നൽകണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ജൽ ജീവൻ മിഷന്റെ. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.